അതുകൊണ്ട് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്ന് പേർ പറയുന്നു. യാക്കോബ് പദൻ അരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി. പട്ടണത്തിനരികെ പാളയമടിച്ചു. താൻ കൂടാരമടിച്ച നിലം ശേഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. അതിന് ഏൽ എലോഹെ ഇസ്രായേൽ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം വായിച്ചിരിക്കുന്നതായ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ കർത്താവിന്റെ വചനം സംസാരിക്കുന്നത് യാക്കോബ് എന്ന ദൈവമനുഷ്യനെ കുറിച്ചാണ്. നമുക്കറിയാം യാക്കോബ് ആരായിരുന്നു, യാക്കോബ് എങ്ങനെയുള്ളവനായിരുന്നു, ഇപ്പോൾ യാക്കോബ് എവിടെ ആയിരിക്കുന്നു. നാം വായിച്ചതായ വേദവാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ നാം നോക്കുമ്പോൾ യാക്കോബ് ആ സമയത്ത് എവിടെയാണ് ആയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ്. യാക്കോബ് തന്റെ ജ്യേഷ്ഠ സഹോദരനായ ഏശാവിനെ കണ്ടു. ഏശാവ് യാക്കോബിനെ പിരിഞ്ഞ് ഏശാവ് തന്റെ വഴിക്ക് പോയി. യാക്കോബ് സുക്കോത്ത് എന്ന സ്ഥലത്ത് കടന്നു വന്ന് ആ സ്ഥലം അവിടെ 100 വെള്ളിക്കാശിന് ശേഖേമിന്റെ അപ്പനോട് വാങ്ങി, ഹാമോറിനോട് വാങ്ങി. അവിടെ തനിക്കൊരു വീടും ആടുമാടുകൾക്ക് തൊഴുത്തും പണിത് അവിടെ കർത്താവിന് യാഗം കഴിക്കുവാൻ ഒരു യാഗപീഠവും പണിതു. ആ യാഗപീഠത്തിന് ഏൽ എലോഹെ ഇസ്രായേൽ എന്ന പേരുമിട്ടു. നോക്കിയേ, നമുക്കറിയാം യാക്കോബ്, സ്തോത്രം, എങ്ങനെയാണ് അവിടെ വരെ എത്തിയതെന്നുള്ളത്. യാക്കോബിന്റെ മുൻപെയുള്ളതായ യാത്രകൾ നാം നോക്കിയാൽ, അല്ലെങ്കിൽ യാത്രകൾ എന്ന് പറയുവാൻ കഴിയുകയില്ല, യാക്കോബിന്റെ ഓട്ടം തന്റെ ജ്യേഷ്ഠ സഹോദരനായ ഏശാവിനെ വഞ്ചിച്ച് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് ജ്യേഷ്ഠൻ തന്നെ കൊല്ലുമെന്നും തനിക്ക് അപായം നിരൂപിച്ച് തന്നെ അപായപ്പെടുത്തുമെന്നും ചിന്തിച്ചുകൊണ്ട് തന്റെ അമ്മയുടെ ആലോചന പ്രകാരം അപ്പന്റെ ജ്യേഷ്ഠനായ ലാബാന്റെ ഭവനത്തിലേക്ക് ഓടിപ്പോകുന്ന യാക്കോബിനെ നമുക്കറിയാം. ഓടിപ്പോയി ലാബാന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ, സ്തോത്രം, ലാബാൻ തന്നെ പലതവണ തനിക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നതായ പ്രതിഫലം നൽകാതെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയും അവിടെയും കർത്താവ് അവനോട് കൂടെയിരുന്നു. യാക്കോബ് അവിടെ ഭാര്യമാർ, മക്കൾ, ദാസിദാസന്മാർ, ആടുമാടുകളൊക്കെയും സമ്പാദിച്ചുകൊണ്ട് ലാബാന്റെ ഭവനത്തിൽ നിന്നും വീണ്ടും ഓടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ഓടി കനാൻ ദേശത്ത് കടന്നു വന്നു. യാക്കോബ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് സുക്കോത്ത് എന്ന സ്ഥലത്താണ്. ശേഖേമിലെ സുക്കോത്ത് എന്ന സ്ഥലത്താണ്. അവിടെ തന്റെ ഓട്ടങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിച്ചു, ഇനി ഞാൻ ഓടുവാനില്ല, ഞാൻ നിർത്തി, ഇനി എന്നെ കൊണ്ട് ഓടുവാൻ വയ്യ എന്ന് യാക്കോബ് മനസ്സിൽ നിരൂപിച്ചു, അല്ലെങ്കിൽ താൻ ചിന്തിച്ചു. അവിടെ തന്റെ സെറ്റിൽമെന്റ് കാര്യങ്ങൾക്ക് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. ഇനി ഒരു കൂടാരം ഞാൻ അടിക്കുന്നില്ല, ഇനി കൂടാരം അടിച്ചു കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ആ കൂടാരം പൊക്കി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായി വരും. എന്നാൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, യാക്കോബ് തനിക്ക് വീട് പണിതു, ആടുമാടുകൾക്ക് തൊഴുത്ത് പണിതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ആ ദേശത്ത്, ആ സുക്കോത്തിൽ യാക്കോബ് ചെയ്യുവാനിടയായി. യാക്കോബ് മനസ്സിൽ ചിന്തിച്ചു, ഇനി ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ടേക്കുമില്ല, ഇനി ഇവിടെ നിന്നൊരു യാത്രയില്ല, ഞാൻ യാത്ര ചെയ്ത് മടുത്തു, ഓടി ഞാൻ മടുത്തു, ഞാൻ ക്ഷീണിച്ചു, എന്റെ കുടുംബം ഒരു വലിയ കുടുംബമായി തീർന്നു. ഭാര്യമാർ, മക്കൾ, ആടുമാടുകൾ, ദാസിദാസന്മാർ, അങ്ങനെ ഒരു വലിയ ജാതിയായി അല്ലെങ്കിൽ വലിയൊരു കൂട്ടമായി തന്നെ യാക്കോബ് തീർന്നു. ഇനി ഒരു യാത്ര വേണ്ട, ഇവിടെ ഞാൻ സെറ്റിൽ ചെയ്യുകയാണ്, ഇവിടെ ഞാൻ എന്റെ വീട് പണിതു, ഇനി മുതൽ ഇവിടെ താമസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിന്റെ ഒരു പ്രത്യേകതയാണ്, അവൻ പോകുന്നിടത്തെല്ലാം കർത്താവിനുള്ള ആരാധന കഴിക്കുവാൻ യാഗപീഠങ്ങൾ പണിയുവാനിടയായിത്തീരും. ഇവിടെയും കടന്നു വന്നു യാക്കോബ്. തന്റെ വീട് പണിതു, തന്റെ ആടുമാടുകൾക്ക് തൊഴുത്ത് പണിതു, അതിനോട് ചേർന്ന് തന്നെ കർത്താവിന് യാഗം കഴിക്കുവാനായി ഒരു യാഗപീഠവും പണിതു. ആ യാഗപീഠത്തിന്
സ്തോത്രം, ഒരു പേരും നൽകുവാനിടയായി തീർന്നു. ആ യാഗപീഠത്തിന്റെ പേരാണ് എൽ എലോഹെ ഇസ്രായേൽ, ഗോഡ് ഓഫ് ദ ഇസ്രായേൽ, ദ ഗോഡ് ഓഫ് ഇസ്രായേൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിന് മുൻപിലത്തെ അധ്യായങ്ങൾ നാം വായിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, സ്തോത്രം, കർത്താവ് യഹോവയുടെ ദൂതൻ യാബോക്ക് എന്ന കടവിൽ വെച്ച് യാക്കോബുമായി മല്ലു പിടിച്ച് യാക്കോബിന്റെ ഉബായി എന്നുള്ള പേര് മാറ്റി കർത്താവ് അവനെ ഇസ്രായേൽ എന്ന് നാമകരണം ചെയ്യുവാനിടയായി. പുതിയൊരു പേര്, പുതിയൊരു ഐഡന്റിറ്റി, അവന്റെ സ്വഭാവത്തിന് വിരോധമായി പുതിയൊരു പേര് കർത്താവ് നൽകുവാനിടയായി തീർന്നു. ഗോഡ് ഓഫ് ഇസ്രായേൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ എന്നൊരു പേര് യാക്കോബിന് നൽകുവാനിടയായി തീർന്നു. ഇവിടെ ഈ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം മാനുഷികമായിട്ട് നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് നല്ലൊരു സെറ്റിൽമെന്റ് ആണ് അവിടെ കാണുന്നത്. നല്ലൊരു സെറ്റിൽമെന്റ് ആണ്. എല്ലാ ഓട്ടവും കഴിഞ്ഞു, എല്ലാ അധ്വാനവും കഴിഞ്ഞു. തന്നെ സ്തോത്രം, തനിക്ക് ദോഷം നിരൂപിച്ചിരുന്ന തന്റെ സഹോദരൻ തന്നോട് നിരപ്പ് പ്രാപിച്ചു, തന്നോട് ക്ഷമിച്ചു. അവര് തമ്മിൽ സ്നേഹത്തിൽ ആലിംഗനം ചെയ്ത്, അവര് ചുംബനം ചെയ്ത് അവര് പിരിയുവാനിടയായി തീർന്നു. എല്ലാം ശുഭമായി പര്യവസാനിച്ചു. ഇനി ഓട്ടം വേണ്ട, ഇനി ഞാൻ ഇവിടെ പാർക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് സുക്കോത്തിൽ വീട് പണിയുകയും തനിക്ക് വേണ്ടിയ ക്രമീകരണങ്ങളൊക്കെയും ചെയ്യുവാനിടയായി തീർന്നു. പക്ഷേ അധികം താമസിക്കുന്നതിന് മുൻപേ ഒരധ്യായം നമ്മൾ കയറ്റി 35-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. നോക്കിയേ, സുക്കോത്തിൽ കടന്നു വന്നു. സുക്കോത്തിൽ യാക്കോബ് തനിക്ക് വീട് പണിതു, ബാക്കിയുള്ള ക്രമീകരണങ്ങളൊക്കെയും ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഞാൻ മാറുന്നില്ല, ഇനി ഇവിടെ നിന്നൊരു യാത്രയില്ല, ഇനി ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എൻ്റെ കുടുംബവും എൻ്റെ ദാസിദാസന്മാരുമായി എൻ്റെ ആടുമാടുകളുമായി ഞാൻ യാത്ര ചെയ്യുകയില്ല, ഇവിടെയാണ് അവസാനം, ഞാൻ ഇവിടെയാണ് എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെയും പാർക്കുവാൻ പോകുന്നത് എന്ന് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് യാക്കോബ് സുക്കോത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ 35-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് യാക്കോബിനോട് പറയുകയാണ്, നീ ബഥേലിൽ ചെന്ന് പാർക്ക. നീ സുക്കോത്തിലല്ല പാർക്കേണ്ടത്, നീ ബഥേലിലാണ് പാർക്കേണ്ടത്. ബഥേലിൽ ചെന്ന് പാർക്കുക. യാക്കോബിനോട് കർത്താവ് പറയുകയാണ്. യാക്കോബിന്റെ മനസ്സിൽ എല്ലാ സെറ്റിൽമെന്റും ചെയ്തു. ഇനി ഇവിടെ നിന്നൊരു യാത്രയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അവിടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. പക്ഷെ കർത്താവ് അവനോട് ആവശ്യപ്പെടുകയാണ്, നീ ബഥേലിലേക്ക് പോകണം. എന്തുകൊണ്ടായിരിക്കാം കർത്താവ് യാക്കോബിനോട് ബഥേലിലേക്ക് പോകുവാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് കർത്താവ് യാക്കോബിനോട് ബഥേലിൽ ചെന്ന് പാർക്കുക എന്ന നിർദ്ദേശം അല്ലെങ്കിൽ കൽപ്പന നൽകുവാനിടയായത്? 2 കാര്യങ്ങൾ ഞാൻ പറയാം. അതിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ 2 കാര്യങ്ങൾ ഞാൻ പറയാം. 1-ാമത്തെ കാര്യം, അതാണ് അതിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്. അതിന്റെ തൊട്ടടുത്തുള്ളതായ അധ്യായം 33-ന്റെയും 35-ന്റെയും ഇടയിൽ കിടക്കുന്ന അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ സംഭവങ്ങളാണ് അതിന്റെ 1-ാമത്തെ കാരണം. യാക്കോബ് സുക്കോത്തിൽ കടന്നു വന്നു, തനിക്ക് വേണ്ടി എല്ലാ ക്രമീകരണവും ചെയ്തു. അവിടെ അവര് പാർക്കുവാൻ ആരംഭിച്ചു. സ്വാഭാവികമായിട്ടും ഒരു പുതിയ സ്ഥലത്ത് വന്ന് വീട് പണിതു അവിടെ താമസം ആരംഭിക്കുമ്പോഴത്തേക്കും ആ വീട്ടുകാര് അയൽക്കാരെയൊക്കെ പരിചയപ്പെടുവാൻ, ആ ദേശത്തുള്ളവരെയൊക്കെ പരിചയപ്പെടുവാനായിട്ട് മക്കളുണ്ടെങ്കിൽ മക്കൾ, അവർക്ക് സ്വദേശികളായ കുറച്ച് സുഹൃത്ത് ബന്ധങ്ങൾ പണിതെടുക്കുവാൻ സ്തോത്രം ദേശത്തേക്ക് ഇറങ്ങിപ്പോകാറുണ്ട്. അങ്ങനെ യാക്കോബിന്റെ മകളായ ദീന ഒരു ദിവസം ദേശത്തിലെ കന്യകമാരെ കാണുവാൻ, അവരെ പരിചയപ്പെടുവാൻ, അവരോട് സ്നേഹബന്ധം, അവരോട് സുഹൃത്ത് ബന്ധം ഉണ്ടാക്കുവാനായിട്ട് ദേശത്തിലേക്ക് ഇറങ്ങിപ്പോയി. അവളെ കണ്ട ശേഖേമിന്റെ സ്തോത്രം, ആ പട്ടണത്തിലെ പ്രഭുവിന്റെ മകനായ ശേഖേം, ഹാമോറിന്റെ മകനായ ശേഖേം പ്രഭു എന്നാ പറഞ്ഞിരിക്കുന്നത്, ദീനയെ കണ്ടു, യാക്കോബിന്റെ മകളെ കണ്ടു, അവളിൽ പ്രേമം ജനിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അവളെ ആ വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്കും കാണുന്നത് ഇങ്ങനെയാണ്: അവളെ വഷളാക്കി, ചീത്തയാക്കി.
സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ തുടർന്നുള്ള കാര്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോഴത്തേക്കും കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ശേഖേമിന്റെ അപ്പനും അവിടെയുള്ള പ്രഭുക്കന്മാരും എല്ലാവരും കടന്നു വന്ന യാക്കോബിനോട് സംസാരിക്കുന്ന രംഗം കാണുവാൻ കഴിയുന്നു. അവിടെ പറയുന്നത് എങ്ങനെയാണ്? നിന്റെ മകളായ ദീനയെ എന്റെ മകനായ ശേഖേമിന് വിവാഹം ചെയ്ത് തരണം. വിവാഹം ചെയ്ത് തന്നാൽ നമുക്ക് തമ്മിൽ നല്ല ഒരു ബന്ധം ഉണ്ടായിരിക്കും. ഈ ദേശത്ത് നിങ്ങൾക്ക് സുരക്ഷിതരായി നിങ്ങൾക്ക് ദീർഘകാലം പാർക്കുവാൻ സാധിക്കും. മറ്റാരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഈ ദേശത്ത് നിന്ന് ഓടിച്ചിടുകയില്ല. നിങ്ങൾക്ക് ഇവിടെ പാർക്കുവാൻ സാധിക്കുമെന്ന് ശേഖേമിലെ പ്രഭുക്കന്മാരൊക്കെയും ചേർന്ന് പറയുവാനിടയായി. എന്നാൽ ദീനയുടെ സഹോദരന്മാരായ ലേവിയും ശിമയിയും അവരോട് പറഞ്ഞ ഒരു കാര്യമാണ്, അഗ്രചർമ്മികളായ നിങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരിയെ വിവാഹം ചെയ്ത് നൽകുവാൻ കഴിയുകയില്ല. അത് ഞങ്ങളുടെ പ്രമാണത്തിന്, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ അഗ്രചർമ്മം മുറിച്ച് ഞങ്ങളിൽ ഒരുവനെ പോലെ നിങ്ങളിലെ പുരുഷ പ്രജ മുഴുവനുമായി തീർന്നാൽ ആമേൻ മാത്രമേ ഞങ്ങളുടെ സഹോദരിയെ വിവാഹം ചെയ്ത് നൽകുവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. ആ സ്റ്റോറി താഴേക്ക് വരുമ്പോൾ, ആ കഥ താഴേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. നിരൂപിച്ചുകൊണ്ട് ഉപായിയായി യാക്കോബിന്റെ മക്കളായ ലേവിയും ശിമയും ഉപായം നിരൂപിച്ചുകൊണ്ട്, മനസ്സിൽ ദുഷ്ടത നിരൂപിച്ചുകൊണ്ട് അവരോട് ആ കാര്യം പറഞ്ഞുവെന്ന്. അങ്ങനെ ആ പട്ടണത്തിലെ സകല പുരുഷ പ്രജയും ഇവരുടെ വാക്ക് പ്രകാരം, ഇവരുടെ നിർദ്ദേശപ്രകാരം അഗ്രചർമ്മം മുറിച്ചു, പരിച്ഛേദന ഏറ്റു. അങ്ങനെ അവർ സ്വസ്ഥമായിരിക്കുന്ന, സ്തോത്രം, വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, ആ മുറിവുണങ്ങുന്ന കാലം വിശ്രമത്തിൽ ആയിരിക്കുന്ന സമയത്ത് നിർഭയമായിരിക്കുന്ന ആ പട്ടണത്തിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള പുരുഷ പ്രജയെ മുഴുവനും അശേഷം നശിപ്പിച്ചു കളയുകയും ആ പട്ടണത്തെ ഒന്നടങ്കം കൊള്ളയിടുകയും ചെയ്തു. ആരാ? ദീനയുടെ സഹോദരന്മാരായ ലേവിയും ശിമയിയും യാക്കോബിന്റെ മക്കൾ. ഇവർ ചേർന്ന് ഈ നാശം ആ പട്ടണത്തിൽ ഉടനീളം വിതയ്ക്കുവാനിടയായി തീർന്നു. അതിന്റെ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 30-ാമത്തെ വാക്യം, 34-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യാക്കോബ് പറയുന്ന കാര്യമാണ്. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും, ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ. അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എന്റെ ഭവനവും നശിക്കുകയും ചെയ്യും. നോക്കിയേ, കർത്താവ് യാക്കോബിനോട് ബഥേലിലേക്ക് കടന്നുപോയി അവിടെ പാർക്കുക, അവിടെ യാഗപീഠം പണിയുക എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ അതിന്റെ റീസൺ, ഇമ്മീഡിയറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, യാക്കോബിനും കുടുംബത്തിനും സുക്കോത്തിൽ തുടരുവാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. സ്തോത്രം. ഒരു വിഷമഘട്ടത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. തന്റെ കുടുംബത്തിന്റെ സർവനാശത്തിൻ്റെതായ സമയം അടുത്തിരിക്കുകയാണ്. സുക്കോത്തിൽ അവൻ തുടർന്ന് പാർത്തു കഴിഞ്ഞാൽ അവിടെയുള്ളതായ മറ്റു ജാതികളുടെ പേര് പറയുന്നുണ്ട്. ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരീസ്യരുടെയും ഇടയിൽ നിങ്ങൾ നാറ്റിച്ചു. ഇവരെല്ലാം ചേർന്ന്, കനാന്യരും പെരീസ്യരും മറ്റുള്ള ജാതികൾ എല്ലാവരും ചേർന്ന് ഈ നിർഭയമായിരുന്ന പട്ടണത്തിൽ ഇത്രത്തോളം നാശം വിതച്ചതായ നിങ്ങളെ കൊല്ലുവാൻ, എന്റെ കുടുംബത്തെ മുഴുവനും സർവനാശം ചെയ്യുവാനിടയായി തീരും. നോക്കിയേ, അവിടെ തുടർന്ന് താമസിക്കുവാൻ കഴിയാത്ത, ജീവിക്കുവാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ യാക്കോബിന്റെയും കുടുംബത്തിന്റെയും മുൻപിൽ കടന്നു വന്നു. അവർക്കിനി അവിടെ പാർക്കുവാൻ കഴിയുകയില്ല. പാർത്തു കഴിഞ്ഞാൽ അവിടെ സർവനാശമാണ് ഭവിക്കുവാൻ പോകുന്നത്. കർത്താവ് അവരോട് പറയുകയാ, നീ ഉടനെ ബഥേലിലേക്ക് കടന്നുപോയി ബഥേലിൽ പാർക്കുക. യാക്കോബിന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി, യാക്കോബിന്റെയും കുടുംബത്തിന്റെയും സർവനാശത്തിൽ നിന്നുള്ളതായ സംരക്ഷണത്തിനു വേണ്ടി, വിടുവിക്കേണ്ടതിനു വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി കർത്താവ് യാക്കോബിനോട് പറയുകയാ, നീ ബഥേലിലേക്ക് പോകുക, ബഥേലിൽ ചെന്ന് അവിടെ പാർക്കുക. സ്തോത്രം. അതൊന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെ യാക്കോബ് വീട് പണിതായിരുന്നു, തൊഴുത്തുകൾ പണിതായിരുന്നു, യാഗപീഠം പണിതായിരുന്നു. അങ്ങനെ തനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു.
ആ പണിത ആ പണികളെല്ലാം ചെയ്തത് എവിടെയായിരുന്നു? ശേഖേമിന്റെ അപ്പനായ ഹാമോറിന്റെ കയ്യിൽ നിന്ന് തന്നെ 100 വെള്ളിക്കാശിന് വാങ്ങിയതായ നിലത്തായിരുന്നു. അപ്പോൾ 100 വെള്ളിക്കാശ് കൊടുത്ത് വാങ്ങിയ, വളരെ വില കൊടുത്ത് വാങ്ങിയതായ ആ നിലം, അവിടെ താൻ അധ്വാനിച്ച് പണിതുണ്ടാക്കിയ തന്റെ വീട്, തൊഴുത്ത്, അവിടെ ചെയ്തതായ മറ്റെല്ലാ കാര്യങ്ങളും, അവിടെ അവർക്ക് താമസിക്കുവാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും, വലിയ സമ്പത്ത് ചെലവഴിച്ച് വലിയൊരു സെറ്റിൽമെന്റ് യാക്കോബ് അവിടെ ചെയ്യുവാനിടയായിത്തീർന്നു. നമുക്കറിയാം യാക്കോബിന്റെ കുടുംബം എത്ര വലിയ കുടുംബമായിരുന്നുവെന്ന്. തന്നോട് കൂടെ അനേക ദാസിദാസന്മാർ ഉണ്ടായിരുന്നുവെന്ന്. അവർക്കെല്ലാം പാർക്കുവാൻ എത്ര വലിയ ഭവനമായിരിക്കും, വീടായിരിക്കും യാക്കോബ് പണിതതെന്ന് അവയെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ നിന്ന് രാഖി രാമായണം യാക്കോബും കുടുംബവും ഓടേണ്ടുന്ന സ്ഥിതി വന്നു. എന്തുകൊണ്ടാണ്? ശിമയുടെയും ലേവിയുടെയും കയ്യിലിരിപ്പ് കൊണ്ട്. മക്കളായ ശിമയും ലേവിയും ഇപ്രകാരം അതിബുദ്ധി കാണിച്ചുകൊണ്ട് ആ ദേശത്ത് വലിയൊരു നാശം വിതച്ചത് കൊണ്ട്, കൊള്ള ചെയ്തത് കൊണ്ട്, പുരുഷ പ്രജയെ കൊന്നൊടുക്കിയത് കൊണ്ട് അവർക്ക് അവിടെ നിൽക്കുവാൻ കഴിയാതെ അവിടെ നിന്ന് ഓടേണ്ടുന്ന സ്ഥിതിവിശേഷം കടന്നു വന്നു. ഇപ്പം നമ്മള് പഠിക്കുകയാണ് ഒന്നാമത്തെ വിഷയം, അവർക്ക് അവിടെ താമസിക്കുവാൻ കഴിയാത്ത ഒരു വല്ലാത്ത സ്ഥിതി. അവിടെ താമസിച്ചു കഴിഞ്ഞാൽ നാശവും ദോഷവും മാത്രമാണ് യാക്കോബിന്റെയും കുടുംബത്തിന്റെയും മുൻപിൽ വരുവാനുള്ളത്. വിഷമസന്ധിയിലായിരിക്കുകയാണ്. മറ്റൊരു വഴിയില്ല, മറ്റൊരു വഴിയില്ല. അവിടെ താമസിക്കുവാനോ മറ്റൊരു കാര്യം അവർക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. അവിടെ നിന്ന് കർത്താവ് പറയുന്ന കൽപ്പന അനുസരിച്ചുകൊണ്ട് കർത്താവ് പറയുന്നത് പോലെ ഓടുക ബഥേലിലേക്ക്. അപ്പോൾ കർത്താവ് പറയുകയാ, സ്തോത്രം, അവിടെ നിങ്ങൾക്ക് താമസിക്കുവാൻ കഴിയുകയില്ല, മറ്റൊരു ദേശത്തേക്ക് നിങ്ങൾ പോകേണ്ട. നിങ്ങൾ പോകേണ്ടത് എവിടെയാണ്? ബഥേലിലേക്ക് പോകണം. ബഥേലിലേക്ക് പോകണം, സ്തോത്രം, മറ്റേതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക്. ഏശാവ് തന്റെ സഹോദരൻ താമസിക്കുന്ന ഇടത്തേക്ക് പോയാൽ ഏശാവിന്റെ കൂടെ, സ്തോത്രം, അവന്റെയും ആടുമാടുകളും അവന്റെയും ദാസിദാസന്മാരും എന്ന് പറയണ്ടേ ആയോധന കലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളതായ, സ്തോത്രം, അനേകരും അവരോട് കൂടെ ഉണ്ട്. അപ്പം അവന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ യാക്കോബ് അവന് സംരക്ഷണം നൽകുവാൻ ശക്തനായ ഒരു യോദ്ധാവാണെന്ന് നമുക്ക് മുൻപിലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ യാക്കോബിനോട് കർത്താവ് പറയുക, ഏശാവിന്റെ അടുക്കലേക്കല്ല നീ പോകേണ്ടത്, നീ പോകേണ്ടത് ബഥേലിലേക്കാണ്. അവിടെയാണ് രണ്ടാമത്തെ വിഷയം. എന്തുകൊണ്ടാണ് കർത്താവ് ബഥേലിലേക്ക് യാക്കോബിനോട് പോകുവാൻ പറഞ്ഞത്? എന്തുകൊണ്ട്? നമുക്കറിയാം, സ്തോത്രം, അതിന്റെ 28-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, 28-ാമത്തെ അധ്യായം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യാക്കോബ് തന്റെ സഹോദരനായ ഏശാവിനെ വഞ്ചിച്ച് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് അവിടെ നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം വന്നു. ഏശാവ് അവനെ കൊല്ലുകയും അല്ലെങ്കിൽ അവനെന്തെങ്കിലും ദോഷം ചെയ്യുമെന്നുള്ള സ്ഥിതിവിശേഷം കടന്നു വന്നപ്പോൾ അവിടെ അപ്പം ഏശാവിനെ വഞ്ചിച്ച് അവന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തുകൊണ്ട് ഓടിയതാണ്. അന്നും ഓടിയതാ. 28-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെയും അവൻ ഓടിയതാ. അങ്ങനെ ഓടിയ ഓട്ടത്തിൽ, സ്തോത്രം, ലൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയമായി. ഇനി മുന്നോട്ട് ഈ രാത്രിയിൽ യാത്ര ചെയ്യുവാൻ കഴിയുകയില്ല. ഇന്നത്തെ പോലെയുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും വന്നില്ല. എവിടെയാണോ സന്ധ്യയാകുന്ന സമയത്ത് എത്തുന്നത് അവിടെ കിടന്നുറങ്ങുക. അവിടെ അടുത്തൊരു പട്ടണം ഉണ്ടെങ്കിൽ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുക. അവിടെ ഏതെങ്കിലും സത്രത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്ന് അന്തി കൊള്ളുവാൻ, ഒന്ന് വിശ്രമിക്കുവാൻ കഴിയും. എന്റെ നെറ്റ്വർക്കിൽ എന്തോ ഒരു തകരാറ്, ഇടയ്ക്ക് ഡിസ്കണക്ട് ആവുക. അപ്പം എവിടെയാണോ സന്ധ്യമയങ്ങുന്ന സമയത്ത് എത്തിച്ചേരുന്നത് അവിടെ അന്തിയുറങ്ങുവാൻ പ്രവേശിക്കുകയും അവിടെ ഉറങ്ങുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ലൂസ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ യാക്കോബിന്റെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ അവിടെ, സ്തോത്രം, ഒരു കല്ലെടുത്ത് ഒരു തലയണയായി വെച്ച് ആ രാത്രിയിൽ യാക്കോബ് ഉറങ്ങി. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് യാക്കോബ് ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നം മറ്റൊന്നുമല്ല, അവിടെ നിന്ന് സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി. ആ കോവേണിയിൽ സ്വർഗദൂതന്മാർ, ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് യാക്കോബ് തന്റെ സ്വപ്നത്തിൽ കാണുകയാണ്. ആ സ്വപ്നത്തിൽ യാക്കോബ് മറ്റൊരു കാര്യം കൂടെ കാണുവാനിടയായി. യഹോവയായ ദൈവം അവന് പ്രത്യക്ഷനായി
ദൈവം അവനോട് ചില അനുഗ്രഹ വചനങ്ങൾ പറയുവാനിടയായിത്തീരുന്നു. അതൊന്ന് നമുക്ക് വായിക്കാം. അതിന്റെ 28-ാം അധ്യായം 13-ാമത്തെ വാക്യം. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും small letter A, D, small letter A, D, 7-6, AEA, DEE, 8. Praise the Lord. ഹല്ലേലൂയ. എൻ്റെ നെറ്റ്വർക്കിൽ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി കുഴപ്പമുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ലൂസ് എന്ന പട്ടണത്തിൽ കടന്നു വന്നപ്പോൾ അവിടെ അവൻ കണ്ട സ്വപ്നത്തിൽ പ്രൈസ് ദി ലോർഡ്, യാക്കോബ് കർത്താവിനോട് സംസാരിക്കുകയും വലിയ അനുഗ്രഹങ്ങൾ തന്റെ പിതാവായ അബ്രഹാമിനോട്, തന്റെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് അരുളി ചെയ്ത അതേ അനുഗ്രഹ വചനങ്ങൾ തന്നെ യാക്കോബിനോട് കർത്താവ് പറയുന്നതും അവിടെ യാക്കോബ് ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. യാക്കോബിന്റെ തീരുമാനം എങ്ങനെയായിരുന്നു? യാക്കോബ് അന്ന് എടുത്തതായ നിർണയം ഇതായിരുന്നു. അതിന്റെ 16-ാമത്തെ വാക്യം മുതൽ താഴേക്ക്. യാക്കോബ് ഉറക്കമുണർന്നപ്പോൾ, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് അവിടെ പറഞ്ഞു. അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ആ സ്ഥലത്തെ കണ്ടത് സ്വർഗത്തിന്റെ ഒരു വാതിലാണ്, ഇതൊരു ഭയങ്കര സ്ഥലമാണ് എന്ന് പറഞ്ഞ അവൻ ഭയപ്പെട്ടു പോകുവാനിടയായി. 19-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുന്നത് എങ്ങനെയാണ്? അവൻ ആ സ്ഥലത്തിന് ബത്തേൽ എന്ന പേര് വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു. യാക്കോബ് സ്തോത്രം, അന്ന് രാത്രിയിൽ ആ സ്വപ്നം കണ്ട സ്ഥലത്തിന്റെ പേര് ലൂസ് എന്നായിരുന്നു. എന്നാൽ യാക്കോബ് ആ സ്ഥലത്തിന് ബത്തേൽ എന്ന പേര് വിളിച്ചു. 20-ാമത്തെ വാക്യം, യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. അവിടെ നോക്കിയേ, ദൈവികമായ ഒരു ദർശനം കണ്ട ആ സ്ഥലം ലൂസ് എന്ന സ്ഥലത്തിന് യാക്കോബ് പുതിയൊരു പേര് നൽകി, ബഥേൽ എന്ന പേര് വിളിച്ചു. ബഥേൽ എന്ന പേര് വിളിക്കുകയും അവിടെ വെച്ച് ദൈവികമായ ദർശനം കണ്ട യാക്കോബ് ഒരു നേർച്ച കഴിച്ചു. ദൈവസന്നിധിയിൽ ഒരു നേർച്ച കഴിച്ചു, ഒരു തീരുമാനമെടുത്തു, ഒരു നിർണയം തന്റെ ഹൃദയത്തിൽ ദൈവത്തോട് അറിയിക്കുവാനിടയായി. എന്തായിരുന്നു? കർത്താവ് എന്റെ ഈ യാത്ര സഫലമാക്കുകയും ക്ഷേമത്തോടുകൂടെ സൗഖ്യത്തോടുകൂടെ ഞാൻ മടങ്ങി വരികയും ചെയ്താൽ, എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരികയും ചെയ്താൽ, ഞാൻ മടങ്ങി ഇതേ സ്ഥലത്ത് കടന്നു വന്ന് ഇവിടെ ഞാൻ പാർത്ത് ഇവിടെ ദൈവത്തിന് ഒരാലയം പണിയും, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ആരാധന കഴിക്കും എന്ന് യാക്കോബ് ഒരു തീരുമാനമെടുത്തിരുന്നു. സ്തോത്രം. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി ഇതിന്റെ പശ്ചാത്തലത്തിൽ 33-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് ക്ഷേമത്തോടെ വലിയൊരു കൂട്ടമായി, സമ്പത്ത് ഉണ്ടായി, ആടുമാടുകൾ ഉണ്ടായി, ദാസിദാസന്മാരുണ്ടായി, തന്റെ ഭാര്യമാരും മക്കളും, അങ്ങനെ ഒരു വലിയ കൂട്ടമായി, വലിയ ദൈവികമായ ഒരു അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് യാക്കോബ് മടങ്ങി വരികയാണ്. മടങ്ങി വന്ന് യാക്കോബ് എവിടെയാണ് സെറ്റിൽ ചെയ്തത്? ഈ പറഞ്ഞ സ്ഥലത്താണോ? യാക്കോബ് നേർച്ച കഴിച്ച ഞാൻ യാഗപീഠം പണിയാം, സ്തോത്രം എന്ന് പറഞ്ഞതായ സ്ഥലത്താണോ? അല്ല. നാം നോക്കുമ്പോൾ കാണുന്നത് സുക്കോത്ത്, ശെഖേമിലെ സുക്കോത്ത് എന്ന സ്ഥലത്ത് കടന്നു വന്ന യാക്കോബ് തന്റെ ഭവനം പണിതു, തൊഴുത്ത് പണിതു, അങ്ങനെ വലിയൊരു സെറ്റിൽമെന്റ് അവിടെ നടത്തി, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തി. സ്തോത്രം. ഹല്ലേലൂയ.
പക്ഷെ കർത്താവിന് വേണ്ടി അവൻ എന്ത് ചെയ്തു? യാഗപീഠം പണിതിരുന്നു. അവിടെ യാഗപീഠത്തിന് അവൻ നല്ലൊരു പേരൊക്കെയും നൽകുവാനിടയായി തീർന്നു. സ്തോത്രം. നല്ലൊരു പേരൊക്കെ നൽകി, നല്ലൊരു യാഗപീഠം, മനോഹരമായ ഒരു യാഗപീഠം ഒക്കെ പണിതു. പക്ഷെ എവിടെയായിരുന്നു? സുക്കോത്തിലായിരുന്നു. കർത്താവ് യാക്കോബിനോട് പറയുകയാ, നിനക്ക് ഇവിടെ പാർക്കുവാൻ കഴിയില്ല മകനെ, നിനക്ക് സുക്കോത്തിൽ പാർക്കുവാൻ കഴിയുകയില്ല. നീ പാർക്കേണ്ടത് ഇവിടെയല്ല. നീ നിന്റെ ശിഷ്ടകാലം സമയം ചിലവഴിക്കേണ്ടത് സുക്കോത്തിലല്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശിഷ്ടകാലം നീ പാർക്കേണ്ടതും നീ ആരാധന കഴിക്കേണ്ടതും ബേഥേലിലാണ്. ബേഥേലിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഞാനൊരു കാര്യം പറയാം. സ്തോത്രം. മാനുഷികമായി നോക്കുമ്പോൾ സുക്കോത്ത് മനോഹരമാണ്. തന്റെ ആടുമാടുകൾക്ക് മേയുവാൻ നല്ല പുൽമേടുകളൊക്കെ ചിലപ്പോൾ യാക്കോബ് കണ്ടിരിക്കാം. സുക്കോത്തിനെ കുറിച്ച് പറയുന്നത്, ശെഖേമിനെ കുറിച്ച് പറയുന്നത് നല്ലൊരു നല്ലൊരു സ്ഥലമാണ്. ഒരു ക്യാപിറ്റലൊക്കെ ആയിട്ട് വരാനായിട്ട് പറ്റിയ സ്ഥലമാണ് സുക്കോത്ത്. പിന്നീട് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ സുക്കോത്തിനെ കുറിച്ചും ശെഖേമിനെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ അവിടെ പറയുന്നത് ഒരു ക്യാപിറ്റലായി വരുവാൻ തക്ക ഭംഗിയും സ്തോത്രം തന്ത്രപ്രധാനവുമായ കണക്ടിവിറ്റി ഉള്ള, മറ്റു പട്ടണങ്ങൾ തമ്മിൽ കണക്ടിവിറ്റി ഉള്ളതായ, അതിന്റെയൊക്കെ നടുവിൽ വരുന്ന ഒരു പ്രധാന പാതയൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു സുക്കോത്ത്. അപ്പം യാക്കോബ് ചുമ്മാതൊന്നുമല്ല സുക്കോത്തിൽ വന്ന വീട് പണിതത്. കാരണം ഏറ്റവും കണ്ണായ സ്ഥലമാ, ഏറ്റവും നല്ല സ്ഥലമാ, എല്ലാം കൊണ്ടും അനുയോജ്യമായ സ്ഥലമാ സുക്കോത്ത് എന്ന് പറയുന്നത്. പക്ഷേ കർത്താവ് അവനോട് പറയുക, നിനക്ക് അവിടെ പാർക്കുവാൻ കഴിയുകയില്ല, നീ ബേഥേലിലേക്ക് പോകണം. ബേഥേലിലാണ് നീ പാർക്കേണ്ടത്. ബേഥേലിൽ, സുക്കോത്തിലല്ല പാർക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സുക്കോത്തിൽ നിന്ന് ബേഥേലിലേക്ക് യാക്കോബിനെയും കുടുംബത്തെയും കൊണ്ടുവരേണ്ടത് കർത്താവിന്റെ ആവശ്യമായിരുന്നത് കൊണ്ട്, സ്തോത്രം, ഞാൻ ഇപ്രകാരം വിശ്വസിക്കുകയാ, യാക്കോബിന്റെ മക്കളായ ദീനയെ, ലേവിയെ, ശിമയിയെ കർത്താവ് ഉപയോഗിച്ചു. സ്തോത്രം. വലിയൊരു ദുഃഖം, വലിയൊരു ഭാരം, വലിയ പ്രയാസം, വലിയ സംഘർഷത്തിലൂടെ യാക്കോബ് കടന്നു പോകേണ്ടതായ സാഹചര്യം വന്നു. അവിടെയുള്ളതായ അന്ന് നടന്നതായ ആ സമയത്ത്, സുക്കോത്തിലായിരുന്ന സമയത്ത് നടന്നതായ കാര്യങ്ങൾ ഓരോന്നിനെയും നാം എടുത്തു പഠിക്കുമ്പോൾ യാക്കോബിന്റെ ജീവിതത്തിൽ, തന്റെ കുടുംബത്തിൽ വലിയൊരു അനർത്ഥം വരുവാൻ പോകുന്ന വലിയ സംഘർഷഭരിതമായ, സ്തോത്രം, ഒരു സിറ്റുവേഷൻ, ഒരു അനുഭവം കടന്നു വരുവാനിടയായി തീർന്നു. എന്നാൽ സ്തോത്രം, അതെല്ലാം യഹോവയാൽ സംഭവിച്ചതാ. ഞാൻ വിശ്വസിക്കുക, കർത്താവിനാൽ സംഭവിച്ചതാ. സ്തോത്രം. അല്ല എങ്കിലുണ്ടല്ലോ യാക്കോബ് സുക്കോത്ത് വിട്ട ഈ നടത്തിയ ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം ഉപേക്ഷിച്ച് ബേഥേലിലേക്ക് പോകയില്ല ഒരിക്കലും. ഇനി ഒന്ന് നമ്മുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതുപോലെ മാനുഷികമായിട്ട് നല്ല നല്ല പല ഇടങ്ങളിലും നാം ഇൻവെസ്റ്റ് ചെയ്യും, ദൈവികമായ ആലോചനകൾ തെറ്റിച്ചുകൊണ്ട്. ദൈവം നമ്മെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നാം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് നമ്മൾ മറ്റു പലതിലേക്കും, മറ്റു പല ഇടങ്ങളിലേക്കും പോകുവാനിടയായിത്തീരും. സ്തോത്രം. പക്ഷേ ഈ യാക്കോബിന്റെ ജീവിതത്തിൽ ഇത്ര വലിയ ഒരു അനർത്ഥവും വേദനയും ഈ പറയുന്നതായ സംഘർഷവും അനുഭവിക്കേണ്ടി വന്നതുപോലെ, ആമേൻ, ദൈവസന്നിധിയിൽ നാം എടുത്തിരിക്കുന്നതായ തീരുമാനം, ദൈവസന്നിധിയിൽ നാം എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന നേർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവരും, മുഖാന്തരങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ മുഖാന്തരങ്ങളെ കൊണ്ടുവരുവാനിടയായിത്തീരും. അത് ചിലപ്പോൾ വലിയ വേദനയിലൂടെ, വലിയ കഷ്ടതയിലൂടെ, വലിയ ആത്മസംഘർഷത്തിലൂടെ, സ്തോത്രം, ഒക്കെ ആയിരിക്കും. വലിയ വിഷമത്തിനാകേണ്ടതായി വരും, വലിയ നാശം മുൻപിൽ നാം കാണേണ്ടതായിട്ട് വരും. സ്തോത്രം. നമ്മുടെ മക്കളിലൂടെ കർത്താവ് ചിലപ്പോൾ അതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞാൽ കേൾക്കാത്ത ലേവി, ശിമയിയെ പോലെയുള്ളതായ മക്കൾ യാക്കോബിനുണ്ടായതുപോലെ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ മക്കൾ ആമേൻ തലതിരിഞ്ഞു പോകുവാനിടയായിത്തീരും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മെ ഒന്ന് മടക്കി കൊണ്ടുവരേണ്ടതിനു വേണ്ടി. എവിടെ കൊണ്ടുവരേണ്ടതിനു വേണ്ടി? ബേഥേലിൽ കൊണ്ടുവരേണ്ടതിനു വേണ്ടി. സ്തോത്രം. കാരണം ബേഥേലിലാണ് അവൻ നേർച്ച ചെയ്തത്, ബേഥേലിലാണ് അവൻ ദർശനം കണ്ടത്, ആമേൻ, ബേഥേലിലാണ് ആരാധന ചെയ്യേണ്ടത്. അല്ലാതെ സുക്കോത്തിലല്ല യാഗപീഠം പണിയേണ്ടത്, ബേഥേലിലാണ് യാഗപീഠം പണിയേണ്ടത്.
സ്തോത്രം. നമ്മുടെയൊക്കെ ചിന്തയുണ്ട്, നമ്മൾ എവിടെ പോയാലും അവിടെ കർത്താവിനെ സേവിച്ച് ആരാധിച്ച് നിന്നാ പോരെ. സ്തോത്രം. പക്ഷെ കർത്താവിനൊരു കാര്യമുണ്ട്, നമ്മളൊരു തീരുമാനം മുൻപേ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാന പ്രകാരം നാം പ്രവർത്തിക്കുവാനിടയായി തീരണം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ സുവിശേഷ വേല ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ മുന്നോട്ടുള്ളതായ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും മാറി മാറി വന്നപ്പോൾ, അനുഭവങ്ങളും മാറി മാറി വന്നപ്പോൾ, നല്ല ജോലിയും അല്ലെങ്കിൽ നല്ലൊരു സെറ്റിൽമെന്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ തീരുമാനത്തെ മറന്നുകൊണ്ട് സൗകര്യപൂർവ്വം തന്റെ കുടുംബത്തിന്റെ നന്മയൊക്കെ പ്രതീക്ഷിച്ച് ഇപ്പോഴായിരിക്കുന്നത് സേഫ് ആണ്, യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി, മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ച്, സ്തോത്രം, സൗകര്യപൂർവ്വം ദൈവസന്നിധിയിൽ എടുത്തതായ തീരുമാനത്തെ മറന്നുകൊണ്ട്, സുവിശേഷ വേല എന്ന ദൈവസന്നിധിയിലുള്ള തീരുമാനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നിലേക്ക് നാം പോവുകയാണെങ്കിൽ യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ ആ തീരുമാനത്തിൽ നമ്മെ കൊണ്ട് വന്നെത്തിക്കുവാൻ ചില പ്രതികൂലങ്ങൾ നൽകുവാനിടയായിത്തീരും. നമ്മുടെ മുൻപും പിൻപും അടച്ച് കർത്താവ് നമ്മളെ ഞെരുക്കി, സ്തോത്രം, കർത്താവിന്റെ വഴിയിൽ നമ്മെ കൊണ്ടുവരും. സുക്കോത്തിൽ നിന്ന് ബഥേലിൽ കർത്താവ് നമ്മെ കൊണ്ടുവരും. അത് കർത്താവ് കൊണ്ടുവരിക തന്നെ ചെയ്യും. സ്തോത്രം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച പലരും കർത്താവിന്റെ വചനം പഠിച്ചു. 3-5 വർഷങ്ങളൊക്കെ കർത്താവിന്റെ വചനം പഠിക്കുവാൻ ബൈബിൾ കോളേജിൽ കടന്നുപോയി പഠിച്ചു. പക്ഷെ പഠിച്ചിറങ്ങി, സ്തോത്രം, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കുവാനൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വെളിയിലിറങ്ങി മറ്റു പല ജോലികൾക്കും പോയിട്ടുള്ള പലരെയും എനിക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ പിന്നത്തേതിൽ നമുക്ക് വലിയ വേദന അനുഭവിക്കേണ്ടതായിരുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നാം ഒരിക്കൽ എടുത്ത തീരുമാനം എന്തായിരുന്നു? കർത്താവേ, ഞാൻ നിന്റെ വേല ചെയ്തു കൊള്ളാം, ഞാൻ സുവിശേഷ വേല ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നാം എവിടെ പോയാലും അവിടെ വേദനയും കഷ്ടപ്പാടും ഞെരുക്കവും മാത്രമേ ഉണ്ടാകുകയുള്ളൂ. കർത്താവ് നമ്മെ മടക്കി കർത്താവിന്റെ വഴിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്. യാക്കോബിനെ കർത്താവ് ബഥേലിലേക്ക് കൊണ്ടുവന്നു. ഞാനൊരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടായിരിക്കാം യാക്കോബ് ബഥേലിലേക്ക് പോകുവാൻ മടിച്ചത്? ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടു. യാക്കോബ് ബഥേലിലേക്ക് പോകുവാൻ മടിച്ച കാര്യം സുക്കോത്ത് ബഥേലിനേക്കാളും കുറച്ചുകൂടെ മനോഹരമായ, തന്ത്രപ്രധാനമായ, നല്ല കണക്ടിവിറ്റി ഒക്കെയുള്ള, ആടുമാടുകൾക്ക് നല്ല മേച്ചിൽപ്പുറങ്ങളുള്ള നല്ലൊരു ദേശമായിരുന്നു, കാണാൻ ഭംഗിയുള്ള ഒരു ദേശമായിരുന്നു സുക്കോത്ത് എന്ന് പറയുന്ന ദേശം. അതുകൊണ്ടാണ് ശേഖേം എന്ന് പറയുന്ന ദേശം. അതുകൊണ്ടാണ് യാക്കോബ് ഒന്നാമതായിട്ട് ആ സ്ഥലം തിരഞ്ഞെടുത്തത്. രണ്ടാമതായിട്ട് ഞാനൊരു കാര്യം പറയാം. 35-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുകയാണ്. 2-ാമത്തെ വാക്യം, 35-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് കാര്യം. ഇതാണ് പ്രധാന കാര്യം. യാക്കോബ് സുക്കോത്തിൽ വന്ന് വീട് പണിതതും സുക്കോത്തിൽ വന്ന് സെറ്റിൽ ആയതിന്റെയും പ്രധാന കാരണം. നോക്കിയേ, ബഥേലിലേക്ക് പോക എന്ന്, സ്തോത്രം, കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാക്കോബ് തന്റെ സർവ്വ കുടുംബത്തോടും പറയുന്ന അടുത്ത നിർദ്ദേശമാണ് നാം ഇപ്പോൾ വായിച്ചത്. എന്താണ് അവിടെ പറയുന്നത്? നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളയണം, നിങ്ങളെ ശുദ്ധീകരിക്കണം, നിങ്ങളുടെ വസ്ത്രം മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന് അറിയാമായിരുന്നു തന്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ തനിക്ക് ബഥേലിലേക്ക് പോകുവാൻ കഴിയുകയില്ല. താൻ ഇപ്പോഴായിരിക്കുന്ന ഇതേ നിലവാരത്തിൽ, ഇതേ സിറ്റുവേഷനിൽ തനിക്ക് തന്റെ കുടുംബവുമായി ബഥേലിലേക്ക് പോകുവാൻ കഴിയുകയില്ല. ബഥേലിലേക്ക് പോകണമെങ്കിൽ, സ്തോത്രം, അവർക്ക് വേണ്ടതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് അവര് പ്രാപിക്കുവാനിടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ആ സ്റ്റാൻഡേർഡ് എന്താണെന്നറിയാമോ? ഒരു വിശുദ്ധീകരണമാണ്.
യാക്കോബിന്റെ കുടുംബത്തിന്റെ ഇടയിൽ എല്ലാവരുടെയും കയ്യില് ആമേൻ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. വിഗ്രഹ ആരാധന ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. യാക്കോബിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരോട് പറയുക, നിങ്ങളുടെ എല്ലാ വിഗ്രഹങ്ങളെയും നിങ്ങൾ എടുത്തു കളയണം, അന്യദേവന്മാരെ നീക്കിക്കളയണം. ഈ അന്യദേവന്മാരെയും ഈ വിഗ്രഹങ്ങളെയും കൊണ്ട് ബഥേലിലേക്ക് പോകുവാൻ പറ്റുകയില്ല. ദൈവ സാന്നിധ്യമുള്ളിടത്ത്, ദൈവത്തിന്റെ ആരാധനയുള്ളിടത്ത്, സ്തോത്രം, ദൈവമുള്ള ഇടത്ത് അന്യ ആരാധനയും കൊണ്ട്, അന്യദേവന്മാരെയും കൊണ്ട്, വിഗ്രഹങ്ങളെയും കൊണ്ട്, അടുത്ത വാക്യത്തിൽ പറയുന്നത് പോലെ വിശുദ്ധി ഇല്ലാതെ, സ്തോത്രം, അവരുടെ പഴയ വസ്ത്രം ധരിച്ചുകൊണ്ട് ബഥേലിലേക്ക് പോകുവാൻ കഴിയുകയില്ല. അപ്പൊ യാക്കോബിന് അറിയാമായിരുന്നു ഇവരുടെ ഇടയിൽ അന്യദേവന്മാരുണ്ട്, വിഗ്രഹാരാധനയുണ്ട്, ഇവരുടെ ഇടയിൽ വിശുദ്ധി ഇല്ലാത്ത ആളുകളുണ്ട്. സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് യാക്കോബ് സുക്കോത്തിൽ വന്ന് പാളയമടിച്ചത്? സൗകര്യപ്രദമായി മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല, ആമേൻ, ഇപ്പോൾ ഉള്ളതായ അവരുടെ കുടുംബത്തിലെ ക്രമീകരണം വെച്ച് നോക്കുമ്പോൾ ആമേൻ പല, സ്തോത്രം, എന്ന് പറയണ്ടേ, പല 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 ദേവീദേവന്മാരെ ആരാധിക്കുന്നവരൊക്കെ അവരുടെ കൂട്ടത്തിലുള്ളത്. അതിന്റെ കൂട്ടത്തിൽ ഇവിടെ ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ യഹോവയെ ആരാധിച്ചോളാം, ഞാനൊരു യാഗപീഠം പണിതിട്ടുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ദൈവത്തെ അവർ ആരാധിച്ചോട്ടെ. സ്തോത്രം. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാം എന്നൊരു ചിന്തയായിരുന്നു യാക്കോബിനുണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറയുക, ആമേൻ, നീ ഇവിടെ പാർക്കേണ്ടവനല്ല, നിനക്ക് ഇവിടെ പാർക്കുവാൻ കഴിയുകയില്ല, നീ ബഥേലിൽ വരണം. അപ്പോൾ യാക്കോബ്, സ്തോത്രം, തന്റെ കുടുംബത്തിലെ സകലരോടും കൽപ്പന കൊടുത്തു, അന്യദേവന്മാരെ നീക്കിക്കളയണം. സ്തോത്രം. നിങ്ങൾ ശുദ്ധീകരിക്കണം, വസ്ത്രം മാറണം, പുതിയ വസ്ത്രം ധരിക്കണം. ഇങ്ങനെയല്ല, ഇപ്പോഴായിരിക്കുന്നത് പോലെ അല്ല ഇനി മുന്നോട്ട് പോകേണ്ടത്. ബഥേലിലേക്ക് പോകേണ്ടത് ഒരു വിശുദ്ധി ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഞാനൊരു കാര്യം പറയാം. യാക്കോബിന്റെ ജീവിതത്തിൽ ആ വിഷമഘട്ടത്തിൽ സർവനാശത്തിന്റെ വക്കിലെത്തിയപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാൻ, ആ പ്രതിസന്ധിയിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കുവാൻ, ആമേൻ, സ്തോത്രം, കർത്താവ് അവനോട് പറയുകയാണ്, നീ ബഥേലിലേക്ക് പോക. അപ്പം ബഥേലിലേക്ക് പോയാൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കർത്താവ് നൽകും. കർത്താവ് അവന് വേണ്ട പ്രൊട്ടക്ഷൻ ഒരുക്കും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ആമേൻ, ഇതുപോലുള്ള വിഷമഘട്ടങ്ങൾ, സർവനാശം നമ്മുടെ മുൻപിൽ, ആമേൻ, ഉയർന്നു വരുമ്പോൾ, ഈ തിരമാല എന്നെ മുക്കിക്കളയും, അല്ലെങ്കിൽ ഈ പർവ്വതം എന്നെ മൂടിക്കളയും എന്നുള്ളതായ നിലവാരത്തിൽ നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തോട് ആഞ്ഞെടുക്കുമ്പോൾ, സുക്കോത്തിലാണ് നാം നിൽക്കുന്നതെങ്കിൽ ഈ പ്രശ്നങ്ങൾ കടന്നു വരും. അപ്പോൾ കർത്താവ് പറയുക, നീ സുക്കോത്തിൽ നിന്ന് ബഥേലിലേക്ക് വരണം, ദൈവ സാന്നിധ്യത്തിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ദർശനമുള്ളിടത്തേക്ക് വരണം, ആരാധന ഉള്ളിടത്തേക്ക് വരണം, ആലയത്തിലേക്ക് കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരം നൽകും. കർത്താവ് പറയുന്നിടത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരം നൽകും, വിടുതൽ നൽകും. നമ്മുടെ വേദനകൾക്ക്, നമ്മുടെ രോഗത്തിന്, നമ്മുടെ കടഭാരത്തിന്, നമ്മുടെ മക്കൾ തലതെറിച്ചു പോയെങ്കിൽ, സ്തോത്രം, ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നുപോയെങ്കിൽ, ആമേൻ, സ്തോത്രം, കർത്താവ് പറയുകയാണ്, നീ ബഥേലിലേക്ക് മടങ്ങി വന്നാൽ ഞാൻ അവരെ നേരെയാക്കിക്കൊള്ളാം. ബഥേലിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കർത്താവ് പറയുക, ആമേൻ, മടങ്ങി വരിക, ബഥേലിൽ വന്ന് പാർക്കുക, ബഥേലിൽ തന്നെ പാർക്കുക, സുക്കോത്തിലല്ല പാർക്കേണ്ടത്. നമ്മൾ പാർക്കേണ്ടത് ബഥേലിൽ ആണ്. സ്തോത്രം, ബഥേലിലാണ്, സുക്കോത്തിലല്ല. ദൈവ സാന്നിധ്യത്തിൽ നാം പാർക്കുകയാണെങ്കിൽ, ദൈവ സാന്നിധ്യത്തിൽ നാം ജീവിക്കുന്നവരാണെങ്കിൽ, ദൈവ സാന്നിധ്യം വിട്ട്, ആമേൻ, കർത്താവിന് മറഞ്ഞ മറ്റൊരു സ്ഥലത്തേക്ക് പോകാതെ, ആമേൻ, സ്തോത്രം, കർത്താവിനോട് കൂടെ തന്നെ ജീവിക്കുന്നവരാണെങ്കിൽ, കർത്താവിന് പ്രസാദമുള്ള ജീവിതം നയിക്കുന്നവരാണെങ്കിൽ, വിശുദ്ധിയിൽ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ, കർത്താവ്, ആമേൻ, സ്തോത്രം, എല്ലാ പ്രതികൂലത്തിൽ നിന്നും നീക്കുപോക്ക് നമുക്ക് നൽകുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബ് പറയുകയാണ് രണ്ടാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ ഇടയിലുള്ളതായ അന്യ ദേവന്മാരെ നീക്കിക്കളയണം, നിങ്ങളെ വിശുദ്ധീകരിക്കണം, നിങ്ങളുടെ വസ്ത്രം മാറണം. അതിനോട് ചേർന്ന് പുതിയ നിയമത്തിലെ ചില ഭാഗങ്ങൾ കൂടെ പറയുകയാണെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ്, ആമേൻ, ആ ഒരു ഭാഗം പറയുന്നത്
1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ പാപങ്ങൾ എനിക്കില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നമ്മെ തന്നെ വഞ്ചിക്കുന്നവരാണെന്നാണ് ഈ വചനം പറയുന്നത്. സ്തോത്രം. അന്യദേവന്മാരെ നീക്കിക്കളയണം. സ്തോത്രം. നമ്മിലുള്ളതായ പാപപ്രവർത്തികളെ, സ്തോത്രം, വിഗ്രഹങ്ങളായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആമേൻ ഓരോ വിഷയങ്ങളെ നാം എടുത്തു കളയണം. എന്താണ് വിഗ്രഹം? നമ്മുടെ വീട്ടിൽ ഒരു വിഗ്രഹം, ഒരു രൂപം പണിഞ്ഞുണ്ടാക്കി അതിന്റെ മുൻപിൽ എന്ത് പറയണേ, മെഴുകുതിരി കത്തിക്കുന്നതോ അല്ലെങ്കിൽ അഗർബത്തി കത്തിക്കുന്നതോ അതിനെക്കുറിച്ചല്ല പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെക്കാൾ അധികമായി നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത്? അതെല്ലാം ഒരു വിഗ്രഹാരാധനയായിട്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന നന്മകൾ, വീടോ കാറോ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് എന്തെങ്കിലും കർത്താവ് നൽകിയിരിക്കുന്ന നന്മകൾ, അവയെ കർത്താവിൽ അധികമായി നാം സ്നേഹിക്കുകയും പരിഗണിക്കുകയും അതിന് പ്രധാന സ്ഥാനം കൊടുക്കുകയും കൂടുതൽ സമയം അതിനുവേണ്ടി ചെലവഴിക്കുകയും കർത്താവിനോട് സമയം ചെലവഴിക്കുവാൻ ആമേൻ തുച്ഛമായ സമയവും ഒക്കെയാണെങ്കിൽ കർത്താവ് ആ വിഷയത്തെ വിഗ്രഹാരാധനയായിട്ടാണ് കാണുന്നത്. അവയെ നാം നീക്കിക്കളയണം. സ്തോത്രം. നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നവരായി തീരരുത്. പാപത്തിൽ നിന്ന് നാം മോചനം പ്രാപിക്കുവാനിടയായി തീരണം. രണ്ടാമത്തെ കാര്യമാണ് അവിടെ പറയുന്നത്. സ്തോത്രം. നിങ്ങളെ ശുദ്ധീകരിക്കണം. ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ നിങ്ങൾ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സ്തോത്രം. അവിടെയും കൂടുതലായിട്ടൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവിടെ കർത്താവിന്റെ ദാസൻ പറയുകയാണ്, കൈകളെ വെടിപ്പാക്കണം, ശുദ്ധീകരിക്കണം, കൈകളെ വെടിപ്പാക്കണം. ഇരുമനസ്സ് പാടില്ല. സ്തോത്രം. ഇരുമനസ്സ് പാടില്ല. അവൻ ഇരുമനസ്സുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. നമ്മുടെ ഹൃദയങ്ങളെ നാം ശുദ്ധീകരിക്കണം. സ്തോത്രം. അടുത്ത കാര്യം എന്താ പറയുന്നത്? വസ്ത്രം മാറുവിൻ. വസ്ത്രം മാറണം. ഹല്ലേലൂയ. അവൻ അതിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം മാത്രം പറയുന്നു: സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. സ്തോത്രം. പുതിയ മനുഷ്യനെ നാം ധരിക്കണം. പുതിയ മനുഷ്യനെ, പഴയതിനെ നാം ഉരിഞ്ഞു കളയണം. പാപത്തിൽ ജീവിക്കുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ആമേൻ ദൈവാനുരൂപമായി ജീവിക്കുന്ന ഒരു പുതിയ മനുഷ്യനെ നാം ധരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. വസ്ത്രം നാം മാറണം. ദൈവ സാന്നിധ്യമുള്ള ബഥേലിൽ നമുക്ക് പാർക്കണമെങ്കിൽ അവൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. വിഗ്രഹം നീക്കിക്കളയണം. ദൈവത്തിന് പ്രധാന സ്ഥാനം കൊടുക്കണം. കർത്താവിനേക്കാൾ അധികമായി മറ്റൊന്നിനും നാം സ്ഥാനം നൽകരുത്. ആമേൻ. സ്തോത്രം. നമ്മുടെ കൈകളെ വെടിപ്പാക്കണം. ഇരുമനസ്സ് പാടില്ല. ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. മൂന്നാമതായിട്ട് വസ്ത്രം മാറണം. പുതിയ മനുഷ്യനെ ധരിക്കണം. സ്തോത്രം. എങ്കിൽ മാത്രമേ ഒരുവന് ബഥേലിൽ കടന്നു ചെല്ലുവാനും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാനും കഴിയുകയുള്ളൂ. ഇവിടെ യാക്കോബിന് കഴിയുകയില്ല. കാരണം എന്താണെന്നറിയാമോ? യാക്കോബിന്റെ ഇടയിൽ തന്റെ ഭവനത്തിൽ അന്യദേവന്മാരെ ആരാധിക്കുന്നവരുണ്ട്. സ്തോത്രം. ആമേൻ. പാപത്തിൽ ജീവിക്കുന്നവരുണ്ട്. വിശുദ്ധിയില്ലാതെ ജീവിക്കുന്നവരുണ്ട്. അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നവരുണ്ട്. ആമേൻ. അങ്ങനെ സ്തോത്രം. എല്ലാ അതിക്രമങ്ങളും ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ അകൃത്യങ്ങളും ചെയ്യുന്ന ആളുകൾ യാക്കോബിനോട് കൂടെയുണ്ട്. അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് യാക്കോബ് നിൽക്കുന്നത്. എവിടെ നിൽക്കുന്നതോ? സുക്കോത്തിൽ നിൽക്കുന്നത്. കർത്താവ് പറയുകയാണ്, നീ സുക്കോത്തിൽ നിന്ന് പുറപ്പെടണം. നിനക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയുകയില്ല. കർത്താവിന് മനസ്സിലായി, ഇനി അവനെ സുക്കോത്തിൽ നിർത്തുകയാണെങ്കിൽ ഇവനും എന്റെ കയ്യിൽ നിന്ന് പോകും. സ്തോത്രം. ഇവനും എന്റെ കയ്യിൽ നിന്ന് പോകും. സ്തോത്രം. ഇവനും എനിക്ക് നഷ്ടമായി പോകും.
യാക്കോബിനെ അവൻ ത്യജിച്ചു കളയുവാൻ കർത്താവിനെ കൊണ്ടാവുകയില്ല. കാരണം കർത്താവ് അവൻ യാക്കോബിനോട് വലിയ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തതാ, വാഗ്ദത്തം നൽകിയതാ. വാഗ്ദത്തം പ്രാപിച്ചവനായ യാക്കോബിനെ ഉപേക്ഷിച്ചു കളയുവാൻ കർത്താവിനെ കൊണ്ടാവുകയില്ല. അതുകൊണ്ട് കർത്താവ് അവന്റെ ജീവിതത്തിൽ, യാക്കോബിന്റെ ജീവിതത്തിൽ ചില കഷ്ടതകളും പ്രതികൂലങ്ങളും നൽകി, വലിയ പ്രതിസന്ധി നൽകി, വലിയ വിഷമത്തിലാക്കി അവനെ സുക്കോത്തിൽ നിന്ന് അവൻ ബഥേലിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബഥേലിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ, പോകുന്നതിന് ഒരുങ്ങുന്നതിന് മുൻപേ തന്നെ വലിയ ഒരു ക്രമീകരണം അവന്റെ കുടുംബത്തിൽ നടക്കുന്നത് നാം വായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുശേഷം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് പറയുകയാണ്, നാം പുറപ്പെട്ട ബഥേലിലേക്ക് പോകാം. നാം പുറപ്പെട്ട ബഥേലിലേക്ക് പോകാം. സ്തോത്രം. യാക്കോബിന് മനസ്സിലായി, ഇനി എനിക്ക് ഓടാൻ കഴിയുകയില്ല, ഇനി എനിക്ക് സ്തോത്രം ഇവിടെ നിൽക്കാനും കഴിയുകയില്ല, മറ്റൊരു സ്ഥലത്തേക്ക് പോകാനും കഴിയില്ല. ദൈവം പറഞ്ഞതുപോലെ ബഥേലിൽ പോയെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ, എന്റെ കുടുംബത്തിന് രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്ന് യാക്കോബ് തിരിച്ചറിഞ്ഞു. സ്തോത്രം. അങ്ങനെ യാക്കോബ് തീരുമാനമെടുത്തു, തന്റെ കുടുംബത്തിൽ വലിയ ക്രമീകരണം വരുത്തി. സ്തോത്രം. വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു. അന്യദേവന്മാരെ നീക്കി, വിശുദ്ധി ഇല്ലാത്തവരെ വിശുദ്ധീകരിച്ചു, വസ്ത്രം മാറ്റി. വലിയൊരു ഒരുക്കത്തോടുകൂടെ യാക്കോബും കുടുംബവും ആടുമാടുകളും എല്ലാമായി, സ്തോത്രം, താൻ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, വീടിനെ ഉപേക്ഷിച്ചു, തൊഴുത്തുകൾ ഉപേക്ഷിച്ചു, മറ്റെല്ലാ കാര്യങ്ങളും അവിടെ പണിത യാഗപീഠം ഉപേക്ഷിച്ചു. ഇപ്പോൾ പുതിയ ഒരു സ്ഥലത്ത്. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ വാക്യത്തിൽ യാക്കോബ് പറയുകയാണ്, സ്തോത്രം, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടിയിരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് തീരുമാനമെടുത്തു, നാം പോകാം, ബഥേലിലേക്ക് പോകാം, ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും. സ്തോത്രം. ഞാൻ നേർച്ച കഴിച്ചതുപോലെ, ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തതുപോലെ, സ്തോത്രം, ഞാൻ മടങ്ങി വരികയാ, ബഥേലിലേക്ക് മടങ്ങി വരികയാ. ബഥേലിലാണ് ഞാൻ ഇനി പാർക്കുവാൻ പോകുന്നത്. ബഥേലിൽ ഞാൻ ഒരു യാഗപീഠം പണിയാൻ പോവുകയാ. ഇനി എന്റെ ശിഷ്ടകാലം അവിടെ ആയിരിക്കും. അവിടെയാണ് ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് ആരാധന കഴിക്കാൻ പോകുന്നത്, എന്റെ കുടുംബം ആരാധന കഴിക്കാൻ പോകുന്നത്. അവിടെ ഞങ്ങൾ പാർക്കുമ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട്, ഒരു വേർപാടുള്ള ജാതിയായി ഞങ്ങൾ അവിടെ പാർക്കും. യഹോവയുടെ വിശുദ്ധ ജനമായി ഞങ്ങൾ അവിടെ പാർക്കും. ദൈവ സാന്നിധ്യത്തിൽ ഞങ്ങൾ പാർക്കും. അവിടെ ദൈവത്തിന്റെ ദർശനം ഞങ്ങൾ കാണും. ഹല്ലേലൂയ. സ്തോത്രം. ആ സ്ഥലത്തേക്ക്, ബഥേലിലേക്ക് യാക്കോബ് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും എനിക്ക് പറയാനുള്ളത്, നാം സുക്കോത്തിൽ നിന്ന് ബഥേലിലേക്ക് മടങ്ങി വരണം. ദൈവ സാന്നിധ്യമുള്ളതായ സ്ഥലത്തേക്ക് നാം മടങ്ങി വരണം. നമ്മുടെ ജീവിതത്തിൽ പാപ പ്രവർത്തികളിൽ നാം ഏർപ്പെടുന്നുണ്ടെങ്കിൽ, അകൃത്യങ്ങളിൽ നാം ഏർപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവിനെ വിട്ട് മറ്റ് പച്ചപ്പ് നോക്കിക്കൊണ്ട് നാം പോയിട്ടുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും അവസ്ഥയിലേക്ക് നാം മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നാം മടങ്ങി വരണം. സ്തോത്രം. അതിനു വേണ്ട ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? വിഗ്രഹങ്ങളായി നമ്മുടെ ഹൃദയത്തിൽ എന്തിനെങ്കിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തു മാറ്റണം, വിശുദ്ധീകരിക്കണം, വസ്ത്രം മാറണം, വിശുദ്ധിയുടെ വസ്ത്രം, മലിനപ്പെടാത്ത വസ്ത്രം ധരിച്ച നിഷ്കളങ്കയായ മണവാട്ടിയായി, വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് പോലെ മണവാളന്റെ മുൻപിൽ നാം വെളിപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് അപ്രകാരം കർത്താവിന് വേണ്ടി വേർപാടോടുകൂടെ, വിശുദ്ധിയോടുകൂടെ ദൈവസന്നിധി നിൽക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ മെസ്സേജ് കേൾക്കുവാൻ പോകുന്ന എല്ലാവരെയും കർത്താവ് ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മടങ്ങിവരവ് ആവശ്യമാണെങ്കിൽ, ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവിക ആരാധനയ്ക്ക്, വിശുദ്ധിയിലേക്ക് ഒരു മടങ്ങിവരവ് ആവശ്യമാണെങ്കിൽ ഈ വചനങ്ങൾ ഓരോരുത്തരെയും അതിനായി ഉത്സാഹിപ്പിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, തിരുസന്നിധിയിലേക്ക് ഈ രാത്രിയിൽ ഞങ്ങൾ അടുത്തു വരുന്നു. നിന്റെ വചനം കർത്താവെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ സംസാരിക്കുവാൻ, ഈ ഗ്രൂപ്പിലൂടെ സംസാരിക്കുവാൻ കർത്താവ് അടിയന് നൽകിയ സമയത്ത്